നോക്കാം. നമുക്ക് ലിസ്റ്റുകളാണ് ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലിസ്റ്റുകൾ പഠിക്കണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന ബന്ധം മുതൽ പഠിച്ചാലേ ലിസ്റ്റുകളെ പറ്റി പഠിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് 11ാമത്തെ ഭാഗത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച്, കേന്ദ്രത്തിന് സംസ്ഥാനത്തിനുള്ള ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് 11. ആർട്ടിക്കിൾ ആണെങ്കിലോ ഈ ഭാഗം 11 ഉൾപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ആണെങ്കിൽ 245 മുതൽ 263 വരെ, 245 മുതൽ 263 വരെ. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഏത് സ്വഭാവമാണ്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ഫെഡറൽ സ്വഭാവമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിയമനിർമ്മാണ, കാര്യനിർവഹണ, സാമ്പത്തിക സംവിധാനങ്ങൾ കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ച് നൽകിയിരിക്കുന്നു. അതായത് നിയമനിർമ്മാണം, കാര്യനിർവഹണം, സാമ്പത്തിക സംവിധാനമൊക്കെ കേന്ദ്രത്തിന് സംസ്ഥാനത്തിനായിട്ട് വിഭജിച്ച് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും കേന്ദ്ര നിയമങ്ങളും സംസ്ഥാന നിയമങ്ങളും നടപ്പിലാക്കാൻ ഭരണഘടന ഒരു സംയോജിത ജുഡീഷ്യൽ സംവിധാനം സ്ഥാപിച്ചിരിക്കുന്നതിനാൽ ജുഡീഷ്യൽ അധികാരത്തിൽ വിഭജനമില്ല. ഈ കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന ഒരു ജുഡീഷ്യൽ സംവിധാനം എന്ത് ചെയ്തിട്ടുണ്ട്? നടപ്പിലാക്കിയിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ജുഡീഷ്യലിൻ്റെ അധികാരത്തിന് എന്തില്ല? വിഭജനം ഇല്ല. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ നമുക്ക് 3 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന വിഭാഗങ്ങളെ 3 വിഭാഗമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് ലെജിസ്ലേറ്റീവ് ബന്ധം, അതായത് നിയമനിർമ്മാണപരമായ ബന്ധങ്ങൾ. നിയമനിർമ്മാണത്തിൽ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ബന്ധം, അതാണ് ആദ്യത്തേത്. 2 അഡ്മിനിസ്ട്രേറ്റീവ് ബന്ധങ്ങൾ, ഭരണപരമായിട്ടുള്ള ബന്ധം. അഡ്മിനിസ്ട്രേറ്റീവ് ബന്ധങ്ങൾ എന്ന് വെച്ചാൽ ഭരണപരമായിട്ടുള്ള ബന്ധം. അടുത്തത് ഫിനാൻഷ്യൽ ബന്ധങ്ങൾ, സാമ്പത്തിക ബന്ധങ്ങൾ. ഫിനാൻഷ്യൽ ബന്ധം എന്ന് വയ്ക്കുമ്പോൾ സാമ്പത്തിക ബന്ധങ്ങൾ. ഈ 3 വിഭാഗങ്ങളായിട്ടാണ് കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെയും ബന്ധത്തിന് തരംതിരിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യത്തേത് ഏതാണ്? ലെജിസ്ലേറ്റീവ് ബന്ധം അല്ലെങ്കിൽ നിയമനിർമ്മാണപരമായ ബന്ധങ്ങൾ. അതിൻ്റെ അകത്ത് വരുന്നത് ഏതൊക്കെയാണ്, എന്തൊക്കെ നിയമനിർമ്മാണത്തിലുള്ള ബന്ധമാണ് അവർ തമ്മിലുള്ളത്, അതെങ്ങനെയാണ്, എത്രത്തോളമാണ് എന്നൊക്കെ പറയുന്നതാണ് നിയമനിർമ്മാണപരമായ ബന്ധങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 11 നിയമനിർമ്മാണപരമായ അധികാരങ്ങളുടെ വിഭജനത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 245 മുതൽ 255 വരെ. നേരത്തെ നമ്മൾ പറഞ്ഞു ഭാഗം 11 കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ 245 മുതൽ 263 വരെയാണ്. അതിനകത്ത് 245 മുതൽ ആദ്യത്തെ 255 വരെ ഉള്ളത് ഏതാണ്? നിയമനിർമ്മാണപരമായ അധികാരങ്ങളുടെ വിഭജനത്തെ പറ്റിയാണ് പറയുന്നത്. ഏതൊരു ഫെഡറൽ ഭരണ സംവിധാനത്തിനും ഉള്ളതുപോലെ ഇന്ത്യയിലും കേന്ദ്ര സംസ്ഥാന സഹകരണത്തോടെയാണ് നിയമനിർമ്മാണം നടത്തുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഒരു നിയമം നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പാസ്സാക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഒരു നിയമം നിർമ്മിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന 4 ഘടകങ്ങൾ, കേന്ദ്രവും സംസ്ഥാനവും കൂടെ സംയോജിച്ച് അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടെ സഹകരിച്ചാണ് നിയമനിർമ്മാണം നടത്തുന്നതെന്ന് പറഞ്ഞു. ആ ബന്ധത്തിൽ നിലനിൽക്കുന്ന 4 ഘടകങ്ങൾ. 1 കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണത്തിൻ്റെ പ്രാദേശിക വ്യാപ്തി. കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണത്തിൻ്റെ പ്രാദേശിക വ്യാപ്തി, അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തും എവിടെയെല്ലാം നിയമങ്ങൾ നിർമ്മിക്കാം, ഏതൊക്കെ പ്രദേശത്ത് ഇവർക്ക് രണ്ടുപേർക്കും നിയമങ്ങൾ നിർമ്മിക്കാം എന്നതാണ് അതിൽ പറയുന്നത്. 2 നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിതരണം. കേന്ദ്രത്തിന് ഏത് വിഷയത്തിൽ നിയമം നിർമ്മിക്കാം, സംസ്ഥാനത്തിൽ ഏത് വിഷയത്തിന് നിയമം നിർമ്മിക്കാം എന്നൊക്കെ പറയുന്നതാണ് നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിതരണം. അടുത്തത് സംസ്ഥാന മേഖലയിലെ പാർലമെന്ററി നിയമനിർമ്മാണം. എന്നാൽ ചില സംസ്ഥാന മേഖലകളിൽ ആർക്ക് നിയമം നിർമ്മിക്കാം? പാർലമെന്റിന് നിയമം നിർമ്മിക്കാൻ കഴിയും. അതൊക്കെ എവിടെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് അങ്ങനെ നിയമിക്കേണ്ടി വരുന്നതെന്നാണ് 3ാമത്തെ പറയുന്നത്. ലാസ്റ്റത്തത് സംസ്ഥാന നിയമനിർമ്മാണത്തിൽ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണം. സംസ്ഥാനത്ത് ഒരു നിയമം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ നിയന്ത്രണം ആർക്കായിരിക്കും? കേന്ദ്രത്തിനായിരിക്കും. അതിനെ പറ്റിയൊക്കെ പറയുന്നതാണ് 4ാമത്തെ ഘടകം. അപ്പം നിയമനിർമ്മാണപരമായ അധികാരങ്ങളുടെ വിഭജനത്തിൽ കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ ബന്ധങ്ങളെ പറ്റി പറയുന്നു. അപ്പോൾ കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ ബന്ധത്തിൻ്റെ 4 ഘടകങ്ങളാണ്. 1 കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണത്തിൻ്റെ പ്രാദേശിക വ്യാപ്തി, നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിതരണം, സംസ്ഥാന മേഖലയിലെ പാർലമെന്ററി നിയമനിർമ്മാണം, സംസ്ഥാന നിയമനിർമ്മാണത്തിൽ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണം. അതിൽ ആദ്യം പറഞ്ഞതാണ് നമ്മൾ നോക്കണം.
കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണത്തിൻ്റെ പ്രാദേശിക വ്യാപ്തി. സംസ്ഥാനത്തിനും ഇന്ത്യക്കും, സംസ്ഥാനത്തിന് കേന്ദ്രത്തിനും എവിടെയെല്ലാം നിയമം നിർമ്മിക്കാൻ കഴിയും, ഏതൊക്കെ പ്രദേശത്ത് നിയമം നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത്. പാർലമെന്റിന് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശത്തിന് വേണ്ടിയോ ഏതെങ്കിലും ഭാഗത്തിന് വേണ്ടിയോ നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയും. പാർലമെന്റിന് എവിടെയൊക്കെ നിയമം നിർമ്മിക്കാം? ഇന്ത്യ മുഴുവനായിട്ടും വേണമെങ്കിൽ നിയമം നിർമ്മിക്കാം. ഇല്ലെങ്കിൽ ആർക്ക് വേണ്ടി? ഏതെങ്കിലും ഒരു ഭാഗത്തിന് വേണ്ടിയോ നിയമം നിർമ്മിക്കാനായിട്ട് ആർക്ക് കഴിയും? പാർലമെന്റിന് കഴിയും. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഇന്ത്യയോട് ചേർന്ന പ്രദേശങ്ങളുടെയൊക്കെ ഒരു കൂട്ടമാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരു സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് സംസ്ഥാനത്തിന്റെ മുഴുവൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തിന് വേണ്ടി നിയമം നിർമ്മിക്കാൻ കഴിയും. പാർലമെന്റിന് എവിടെ നിയമം നിർമ്മിക്കാം? ഇന്ത്യ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ നിയമം നിർമ്മിക്കാം. സംസ്ഥാനത്തിനാണെങ്കിൽ ഏത് സംസ്ഥാനമാണോ അത് ആ സംസ്ഥാനം മുഴുവനായിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനത്തിലെ ഏതെങ്കിലും ഭാഗത്തിന് വേണ്ടിയോ നിയമം നിർമ്മിക്കാനായിട്ട് ആർക്ക് കഴിയും? സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് കഴിയും. ഒരു സംസ്ഥാന നിയമനിർമ്മാണ സഭ ഉണ്ടാക്കിയ നിയമങ്ങൾ സംസ്ഥാനത്തിന് പുറത്ത് ബാധകമല്ല. ഇപ്പൊ കേരളത്തിന് വേണ്ടിയിട്ട് ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആർക്ക് മാത്രം ബാധകം? കേരളത്തിന് മാത്രം. പുറത്തുള്ള ഒരു സംസ്ഥാനത്തിന് അത് ബാധകമല്ല. എന്നാൽ അപൂർവം ചില സാഹചര്യങ്ങളിൽ തക്കതായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം സംസ്ഥാനത്തിന്റെ നിയമങ്ങൾ സംസ്ഥാനത്തിന് പുറത്തും ബാധകമായെന്ന് പറയാം. ഏതെങ്കിലുമൊക്കെ ചില കാര്യത്തിൽ ഇപ്പൊ നമ്മൾ കേരളം ഉണ്ടാക്കിയ ഒരു നിയമം അത് പുറത്തൊരു സംസ്ഥാനത്തിന് എന്ത് ചെയ്യാം? ബാധകമായിട്ട് വരാം. ഇന്ത്യൻ പാർലമെന്റിന്റെ നിയമങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്കും അവരുടെ സ്വത്തിനും ബാധകമാണ്. നീ വേറൊരു രാജ്യത്ത് പോയെന്ന് വെച്ചു, പക്ഷേ നീ നിലവിൽ ഇന്ത്യയുടെ പൗരനാണ്. അപ്പം നീ വേറൊരു രാജ്യത്ത് പോയിരുന്നാലും ഇവിടെ വരുന്ന ഒരു നിയമം നിനക്ക് എന്താണ്? ബാധകമാണ്. ഇന്ത്യൻ പാർലമെന്റിലെ നിയമങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഇന്ത്യൻ പൗരനും അവരുടെ സ്വത്തിനും ബാധകമാണ്. അടുത്ത് പറയുന്ന പാർലമെന്റിന്റെ നിയമങ്ങൾ ബാധകമല്ലാത്ത മേഖലകളാണ്. പാർലമെന്റിന്റെ നിയമങ്ങൾ ബാധകമല്ലാത്ത കുറച്ച് മേഖലകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു, ലഡാക്ക് എന്നീ പ്രദേശങ്ങളുടെ സമാധാനത്തിനും പുരോഗതിക്കും ഭരണനിർവഹണത്തിനും വേണ്ടിയുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്, പാർലമെന്റിന് അല്ല. ഈ പ്രദേശത്ത് ഞാൻ ഇപ്പോൾ വായിച്ച ഇത്രയും പ്രദേശത്തൊക്കെ ഭരണഘടന നിർവഹണത്തിനും അവരുടെ സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. പാർലമെന്റിന്റെ ഒരു നിയമം സംസ്ഥാനത്തെ പ്രത്യേക പട്ടികയിൽപ്പെട്ട മേഖലകളിൽ ബാധകമാകാത്ത സാഹചര്യത്തിൽ അവയിൽ പരിഷ്കരണങ്ങൾ നിർദ്ദേശിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട്. ഇപ്പൊ വായിച്ചില്ലേ സ്ഥലങ്ങളൊക്കെ? അതൊക്കെ ഒരു പട്ടികയിൽ പറയുന്ന സ്ഥലങ്ങളല്ലേ. അപ്പൊ പാർലമെന്റിന്റെ ഒരു നിയമം സംസ്ഥാനത്തെ പ്രത്യേക പട്ടികയിൽ മേഖലകളിൽ വരുന്ന, അതായത് പ്രത്യേക സ്ഥലത്തൊക്കെ പാർലമെന്റിന് അധികാരം ഇല്ല, നിയമം നിർമ്മിക്കാൻ അധികാരമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടുത്തെ ഗവർണർക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പറയാം, അവര് ഈ മേഖലയിലുള്ള ആൾക്കാർക്ക് ഈ നിയമം ബാധകമല്ല എന്നൊക്കെ പറയാനുള്ള അധികാരവും പിന്നെ അതിലെന്തെങ്കിലും പരിഷ്കരണങ്ങളൊക്കെ നടത്താനുള്ള അധികാരവും ആ സംസ്ഥാനത്തിലുള്ള ഗവർണർക്കുണ്ട്. ഇപ്പം പാർലമെന്റിൽ ഒരു നിയമം ആസാമിലെ ആദിവാസി മേഖലയ്ക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കാൻ ആസാമിലെ ഗവർണർക്ക് അധികാരമുണ്ട്. ഇപ്പൊ പാർലമെന്റ് ഒരു നിയമം പാസാക്കി, അത് ആസാമിലുള്ള ആർക്കാണ്? ആദിവാസി മേഖലയ്ക്ക് ബാധകമല്ല എന്ന് പറയാൻ ആർക്ക് അവകാശമുണ്ട്? ഗവർണർക്ക്, ആസാമിന്റെ ഗവർണർക്കുണ്ട്. അതുപോലെ തന്നെ മേഘാലയ, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിലെ ഗോത്രമേഖലകളിൽ ആവശ്യമായ പരിഷ്കരണങ്ങൾ നിർദ്ദേശിക്കാൻ രാഷ്ട്രപതിക്കും അധികാരമുണ്ട്. പരിഷ്കരണങ്ങൾ നിർദ്ദേശിക്കാൻ രാഷ്ട്രപതിക്കും അധികാരമുണ്ട്. ഇത്രയുമാണ് ഒന്നാമത്തെ ഘടകമായ കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണത്തിന്റെ പ്രാദേശിക വ്യാപ്തിയിൽ പറയുന്നത്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമനിർമ്മാണം നടത്താൻ ഇന്ത്യയിൽ എവിടെയെല്ലാമാണ് അവർ നിയമനിർമ്മാണം നടത്തേണ്ടത് എന്നൊക്കെ പറയുന്നത് ഇത്രയും കാര്യമാണ്. രണ്ടാമത്തെ ഘടകമാണ് നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിതരണം. ഏതൊക്കെ വിഷയങ്ങളിൽ ആരൊക്കെ നിയമനിർമ്മാണം നടത്തണം എന്ന് പറയുന്നതാണ് നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിതരണം. ഈ വിതരണം ഭരണഘടനയിൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ നിയമനിർമ്മാണ വിഷയങ്ങളുടെ 3 തലത്തിലുള്ള വിതരണം ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ട്.
ആ 3 തലമാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ലിസ്റ്റുകളെ പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ചോദിച്ചാൽ 7, ആർട്ടിക്കിൾ ചോദിച്ചാൽ 246, 246, 2, 4, 6. അതിലാദ്യത്തെ യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും ആ യൂണിയൻ ലിസ്റ്റിലെ വിഷയത്തിൽ നിയമം ഉണ്ടാക്കുന്നത്? കേന്ദ്രമായിരിക്കും. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ പ്രാധാന്യമുള്ള വിഷയം. ഈ വിഷയങ്ങളിൽ രാജ്യം മുഴുവൻ പൊതുവായ നയങ്ങൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതായത് യൂണിയൻ ലിസ്റ്റിൻ്റെ അകത്ത് കുറച്ച് വിഷയങ്ങളുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ അകത്ത് കുറച്ച് വിഷയങ്ങളുണ്ട്, കൺകറൻറ്റിൻ്റെ അകത്ത് കുറച്ച് വിഷയങ്ങളുണ്ട്, നമുക്കറിയാം. ഈ യൂണിയൻ ലിസ്റ്റിൻ്റെ അകത്തുള്ള വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണല്ലോ, ആർക്കാണ്? പാർലമെന്റിനാണ്. ഈ ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. അതായത് പാർലമെന്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിയമനിർമ്മാണ അധികാരം ഉള്ളൂ. ഈ വിഷയത്തിൽ പാർലമെന്റിന് മാത്രമേ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഉള്ളൂ. തുടക്കത്തിൽ 97 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ എത്ര വിഷയം ഉണ്ടായിരുന്നു? 97. നിലവിൽ 98 വിഷയങ്ങളുണ്ട്. നിലവിൽ എത്ര വിഷയമുണ്ട്? 98 വിഷയങ്ങളുണ്ട്. ചെറിയൊരു ഡൗട്ടുണ്ട്, ഇപ്പോൾ 100 ആണോ എന്ന് ഡൗട്ടാണ്. 97, 98 ആയിരിക്കും, ആണ്. അടുത്ത യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് ഒന്നേത്? പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാൽ ആൻഡ് ടെലഗ്രാഫ്, ഇൻഷുറൻസ്, ലോട്ടറി, സെൻസസ്, ബാങ്കിങ്, കോർപ്പറേഷൻ നികുതി, പൗരത്വം. ഇത്രയൊന്നുകൂടെ പറ. പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാൽ ആൻഡ് ടെലഗ്രാഫ്, ഇൻഷുറൻസ്, ലോട്ടറി, സെൻസസ്, ബാങ്കിങ്, കോർപ്പറേഷൻ നികുതി, പൗരത്വം. വരുമാന നികുതി, പ്രധാന തുറമുഖങ്ങൾ, ദേശീയപാത, അന്തർ സംസ്ഥാന വ്യാപാരവും വാണിജ്യവും, പാസ്പോർട്ടും വിസയും, ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനം. ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലെ തീർത്ഥാടനം ഏത് ലിസ്റ്റിൽ വരും? യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. പിന്നെ ഏതൊക്കെ? വരുമാന നികുതി, പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ, ദേശീയപാത, അന്തർ സംസ്ഥാന വ്യാപാരവും വാണിജ്യവും, പാസ്പോർട്ടും വിസയും, ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനം, അന്തർ സംസ്ഥാന കുടിയേറ്റം, ക്വാറന്റൈൻ, അന്തർ സംസ്ഥാന കുടിയേറ്റം, പ്രതിരോധം, വിദേശകാര്യം, രാജ്യസുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട കരുതൽ തടങ്കൽ. അപ്പൊ കരുതൽ തടങ്കൽ ഏതിലാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ്. കറൻസി, നാണയങ്ങൾ, പിന്നെ വിദേശ വായ്പകൾ, പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക്, ഹൈക്കോടതികളുടെ രൂപീകരണം, അധികാരപരിധി നിശ്ചയിക്കൽ. ഹൈക്കോടതികളുടെ രൂപീകരണവും അധികാരപരിധി നിശ്ചയിക്കൽ ഏതിലാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നതാണ് സംസ്ഥാന ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. അതിൽ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ആരായിരിക്കും? ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് മാത്രം നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റാണ് സംസ്ഥാന ലിസ്റ്റ്. ഇത് തുടക്കത്തിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ എത്രയുള്ളൂ? 59 വിഷയങ്ങളേ ഉള്ളൂ. സംസ്ഥാന ലിസ്റ്റിൽ തുടക്കത്തിൽ 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ 59 വിഷയങ്ങളേ ഉള്ളൂ. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് നോക്കുന്നത്. പോലീസ്, തദ്ദേശ സ്വയംഭരണം, പൊതുജനാരോഗ്യം, കൃഷി, ഫിഷറീസ്, കാർഷിക വരുമാന നികുതി, പഞ്ചായത്തി രാജ്. പോലീസ്, തദ്ദേശ സ്വയംഭരണം, പൊതുജനാരോഗ്യം, കൃഷി, ഫിഷറീസ്, കാർഷിക വരുമാന നികുതി, പഞ്ചായത്തി രാജ്. ജയില്, കെട്ടിട നികുതി, വാഹന നികുതി, ജലസേചനം. ജയില്, കെട്ടിട നികുതി, വാഹന നികുതി, ജലസേചനം. ഹൈക്കോടതിയിലെ ഉദ്യോഗസ്ഥരും ജോലിക്കാരും. ഹൈക്കോടതിയിലെ ഉദ്യോഗസ്ഥരും ജോലിക്കാരും. ഇപ്പൊ നോക്കിയോ, ഹൈക്കോടതിയിലെ ഉദ്യോഗസ്ഥരും ജോലിക്കാരും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. പക്ഷേ ഹൈക്കോടതികളുടെ രൂപീകരണവും അധികാരപരിധി നിശ്ചയിക്കലും ഏതിലാണ് വന്ന? യൂണിയൻ ലിസ്റ്റിലാണ് വന്ന. അതുപോലെ ഇവിടെ ഇന്ത്യക്കകത്തുള്ള തീർത്ഥാടനങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരും. ഇന്ത്യക്ക് യൂണിയൻ ലിസ്റ്റിൽ. ഇന്ത്യക്ക് അകത്തുള്ള തീർത്ഥാടന കേന്ദ്രം സ്റ്റേറ്റ് ലിസ്റ്റിലും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽ. പിന്നെ ഏത് വരും സ്റ്റേറ്റില്? വ്യവസായങ്ങൾ, വിപണികളും മേളകളും, സംസ്ഥാനത്തിന്റെ പൊതുകടം, വൈദ്യുത ഉപഭോഗത്തിലോ വിൽപ്പനയോ ഉള്ള നികുതി. ഇതെല്ലാം ഏതിലാണ് വരുന്ന? സംസ്ഥാന ലിസ്റ്റിലാണ് വരുന്നത്. ലാസ്റ്റത്തെ അല്ല, അടുത്ത ലിസ്റ്റ് ഏതാണ്?
കൺകറന്റ് ലിസ്റ്റാണ്. സംസ്ഥാനങ്ങൾക്കും പാർലമെന്റിനും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റില് കേന്ദ്രത്തിന് മാത്രം, സംസ്ഥാന ലിസ്റ്റില് മാത്രം. കൺകറന്റ് ആകുമ്പം കേന്ദ്രവും ഉണ്ട് സംസ്ഥാനവും കൂടെ. നിലവിൽ 52 വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എത്ര? 52. പക്ഷെ തുടക്കത്തിൽ എത്ര ഉള്ളായിരുന്നു? 47 ഉള്ളുവായിരുന്നു. ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 എണ്ണത്തിനെ ഏതിൽ കൊണ്ടുവന്ന്? കൺകറന്റ് ലിസ്റ്റിൽ കൊണ്ടുവന്ന്. അത് ഏത് ഭേദഗതിയിലാണെന്ന് ചോദിച്ചാൽ 1976 42 ഭേദഗതിയിലും. ഈ കൺകറന്റ് ലിസ്റ്റിൽ കൊണ്ടുവന്ന 5 എണ്ണം ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, അളവ് തൂക്ക സമ്പ്രദായം, വനമൃഗങ്ങൾ, പക്ഷികൾ എന്നിവയുടെ സംരക്ഷണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായം, ഘടന. ഇതാണ് ആ 5 എണ്ണോട് കൊണ്ടുവന്ന. ഒന്നുകൂടെ പറയാം: വിദ്യാഭ്യാസം, വനം, അളവ് തൂക്ക സമ്പ്രദായം, വന്യമൃഗങ്ങൾ, പക്ഷി എന്നിവയുടെ സംരക്ഷണം, സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായം, ഘടന. ഇനി നേരത്തെ ഉണ്ടായിരുന്നതാണ് ഏതൊക്കെ? വൈദ്യുതി, വില നിയന്ത്രണം, ക്രിമിനൽ നിയമം, ട്രേഡ് യൂണിയനുകൾ, ഡ്രഗ്സ് ആൻഡ് പോയിസൺ. വൈദ്യുതി, വില നിയന്ത്രണം, ക്രിമിനൽ നിയമം, ട്രേഡ് യൂണിയനുകൾ, ഡ്രഗ്സ് ആൻഡ് പോയിസൺ. തുറമുഖങ്ങൾ, ഉൾനാടൻ ജലഗതാഗതം. തുറമുഖങ്ങൾ, ഉൾനാടൻ ജലഗതാഗതം. ഫാക്ടറികൾ, ഏത്? ഫാക്ടറികൾ. ട്രസ്റ്റ്, ട്രസ്റ്റികൾ. പത്രം, പുസ്തകം, അച്ചടിശാല. പത്രം, പുസ്തകം, അച്ചടിശാല. വിവാഹവും വിവാഹമോചനവും. വിവാഹവും വിവാഹമോചനവും. ദത്തെടുക്കൽ, ദത്തെടുക്കൽ. ജനന മരണ രജിസ്ട്രേഷൻ. ഏതാണ്? ജനന മരണ രജിസ്ട്രേഷൻ. ഇത് ഇത്രയും കൺകറന്റ് ലിസ്റ്റിൽ പറയും. അപ്പൊ 3 ലിസ്റ്റ് നമ്മൾ പഠിച്ചു. യൂണിയൻ ലിസ്റ്റ് പഠിച്ചു, സ്റ്റേറ്റ് ലിസ്റ്റ് പഠിച്ചു, കൺകറന്റ് ലിസ്റ്റ് പഠിച്ചു. ഇനി ഇതിലൊന്നും വരാത്തത് ആര് കൈകാര്യം ചെയ്യും? അവശിഷ്ട അധികാരങ്ങൾ. അവശിഷ്ട അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 248. അവശിഷ്ടം 8. അവശിഷ്ട അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 248. ഭരണഘടനയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഏതിനാണ്? അവശിഷ്ട അധികാരത്തിനാണ്. അവശിഷ്ട അധികാരത്തിന് ഉദാഹരണമാണ് സൈബർ നിയമം. ഇത് മിക്കപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സൈബർ നിയമം ഇപ്പോൾ ഏതിൽ വരും? അവശിഷ്ട അധികാരത്തിലാണ് വരുന്നത്. ഈ അവശിഷ്ട അധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്ത രാജ്യമാണ് കാനഡ. അവശിഷ്ട അധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യമാണ് കാനഡ. ഇനി നോക്കിയോ, ഈ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യം കൂടെ പറയാം. ഇപ്പം സംസ്ഥാന ലിസ്റ്റിനും കൺകറന്റ് ലിസ്റ്റിനും മുകളിൽ യൂണിയൻ ലിസ്റ്റിന്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും. മെയിൻ ആയിട്ടുള്ള ആളാരാണ്? യൂണിയൻ ലിസ്റ്റാണ്. അപ്പൊ ഈ സംസ്ഥാന ലിസ്റ്റിനും കൺകറന്റ് ലിസ്റ്റിനും മുകളിൽ ആര് നിയന്ത്രണം ഉണ്ടായിരിക്കും? യൂണിയൻ ലിസ്റ്റിന്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും. കൺകറന്റ് ലിസ്റ്റിലെ നിയമങ്ങളും സ്റ്റേറ്റ് ലിസ്റ്റിലെ നിയമങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായാൽ കൺകറന്റ് ലിസ്റ്റിലെ നിയമങ്ങൾക്കാണ് പ്രാമുഖ്യം. ഇപ്പം കൺകറന്റ് ലിസ്റ്റിലെ വിഷയവും സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയവും വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും? നിയമം ഉണ്ടാക്കും. അപ്പോഴത്തേക്ക് ആ നിയമങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഏതിനായിരിക്കും മുൻഗണന കൊടുക്കുന്നത്? കൺകറന്റിലെ നിയമങ്ങൾക്കായിരിക്കും എന്ത് ചെയ്യുന്ന മുൻഗണന കൊടുക്കുന്നത്. അതുപോലെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയത്തിൽ വിഷയം എന്ന് പറയുമ്പം അതിൽ കേന്ദ്രത്തിന് നിയമം നിർമ്മിക്കാം, സംസ്ഥാനത്തിന് നിയമം നിർമ്മിക്കാം. അങ്ങനെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയത്തിൽ കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും തമ്മിൽ തർക്കമുണ്ടായാൽ ഏതിനായിരിക്കും മുൻഗണന? സ്വാഭാവികമായും കേന്ദ്രത്തിനായിരിക്കും മുൻഗണന. മനസ്സിലായ? സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതിനെ നിയന്ത്രിക്കാൻ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്. ഓക്കെ ആണല്ലോ? ഇനി കൺകറന്റ് ലിസ്റ്റിലെ നിയമവും സ്റ്റേറ്റ് ലിസ്റ്റിലെ നിയമവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റിനായിരിക്കും മുൻഗണന. അടുത്ത് കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിന്മേൽ കേന്ദ്രവും നിയമം നിർമ്മിച്ചു, സംസ്ഥാനവും നിയമം നിർമ്മിച്ചു. അപ്പൊ അവർ തമ്മിൽ അടിയായി. അപ്പൊ ആർക്കായിരിക്കും മുൻഗണന? കേന്ദ്രത്തിന്റെ നിയമത്തിനായിരിക്കും മുൻഗണന. എന്നാൽ സംസ്ഥാന നിയമം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി നീക്കി വച്ചിരിക്കുകയും അദ്ദേഹത്തിന്റെ അനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സംസ്ഥാനത്ത് സംസ്ഥാന നിയമം നിലനിൽക്കുന്നു. ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചോ, ആ പ്രശ്നത്തിന് മുമ്പ് തന്നെ സംസ്ഥാനം എന്ത് ചെയ്തു? ആ നിയമം രാഷ്ട്രപതിക്ക് അയച്ചു, അനുമതി വാങ്ങിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനം നിർമ്മിച്ച നിയമമായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? പ്രാബല്യത്തിൽ വരുന്നത്. ഒരു പക്ഷേ
ആ സംസ്ഥാനത്തിന് നിൽക്കുന്നു. അതേ വിഷയത്തിൽ പിന്നീട് ഒരു നിയമം ഉണ്ടാക്കിക്കൊണ്ട് അത്തരം ഒരു നിയമം അസാധുവാക്കാൻ പാർലമെന്റിന് അധികാരമുണ്ട്. ഇപ്പം കൺകറന്റിലുള്ള ഒരു വിഷയത്തിൽ സംസ്ഥാനത്തിന് നിയമം നിർമ്മിക്കാം, കേന്ദ്രത്തിന് നിയമം നിർമ്മിക്കാം. അപ്പം ഒരു വിഷയം എടുത്ത് ആ വിഷയത്തിൽ ഇവർ രണ്ടുപേരും രണ്ട് നിയമം നിർമ്മിച്ച് സംസ്ഥാനം എന്ത് ചെയ്തു, അത് രാഷ്ട്രപതിക്ക് അയച്ച് അനുമതിയൊക്കെ വാങ്ങിച്ച് വച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇവർക്കൊരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ, അങ്ങനെ ഒരു തർക്കം ഉണ്ടായി കഴിയണമെങ്കിൽ സംസ്ഥാനത്തിൻ്റെ നിയമമേ പ്രാബല്യത്തിൽ വരും. കാരണം എന്താണ്, സംസ്ഥാന അനുമതി വാങ്ങിച്ച് വച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പരിഗണനയ്ക്കായി നീക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ നിയമമായിരിക്കും പ്രാബല്യത്തിൽ വരുന്നത്. അതിൽ കേന്ദ്രത്തിനൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ കേന്ദ്രം എന്ത് ചെയ്യും, പിന്നീട് ഒരു നിയമം ഉണ്ടാക്കും ഇതേ വിഷയത്തിൽ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ ആ ഒരു നിയമം എന്തായി മാറും, അസാധുവായിട്ട് മാറും. അതാണ് സംസ്ഥാന ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റിനെയൊക്കെ പറ്റി പറയുന്ന കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ മൂന്ന് കാര്യമാണോ പഠിച്ച, 2 ഘടകമാണോ പഠിച്ച, 3 ഘടകം പഠിച്ചു. ഒന്ന് വ്യാപ്തി പഠിച്ച്, കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണത്തിൻ്റെ പ്രാദേശിക വ്യാപ്തി പഠിച്ചു. എവിടെയെല്ലാമാണ് കേന്ദ്രത്തിന് നിയമം നിർമ്മിക്കാൻ കഴിയുന്നത്, എവിടെയെല്ലാം നിർമ്മിച്ചുകൂടാ, എവിടെയെല്ലാം സംസ്ഥാനത്തിന് നിയമം നിർമ്മിക്കാൻ കഴിയും, എവിടെയെല്ലാം നിർമ്മിച്ചുകൂടാന്ന് പഠിച്ചു. അടുത്ത 2ാം ഘടനയിൽ നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിതരണം, അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിതരണം ഏതൊക്കെ വഴി കൂടെ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റിലൂടെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും വിഭജിച്ച് നൽകിയിട്ടുണ്ട്. 3ാമത്തെ ഘടനയാണ് സംസ്ഥാന മേഖലയിലെ പാർലമെന്ററി നിയമനിർമ്മാണം. ഞാൻ പറഞ്ഞു സംസ്ഥാനത്ത് നിയമം നിർമ്മിക്കുന്ന സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ പാർലമെന്റിന് എന്ത് ചെയ്യാം, നിയമം നിർമ്മിക്കാനുള്ള അവകാശമുണ്ട്. ആ ചില സാഹചര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് കാര്യത്തിലും നിയമങ്ങൾ നിർമ്മിക്കാൻ ഭരണഘടന പാർലമെന്റിന് അധികാരം നൽകുന്ന സാഹചര്യങ്ങൾ, അതിൽ ആർട്ടിക്കിൾ 249 ആ സാഹചര്യങ്ങൾ ഓരോ ആർട്ടിക്കിളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ ആർട്ടിക്കിളാണ് 249. ആർട്ടിക്കിൾ 249 പറയുന്നത്, സംസ്ഥാന ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിന്മേൽ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തേണ്ടത് ദേശീയ താൽപ്പര്യത്തിന് ആവശ്യമാണെന്ന് രാജ്യസഭ പ്രഖ്യാപിക്കുകയാണെങ്കിൽ പാർലമെന്റിന് ആ വിഷയത്തിന്മേൽ നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയും. സംസ്ഥാന ലിസ്റ്റിലുള്ള ഒരു നിയമം, ആ നിയമം ഒരു വിഷയം, ആ വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്തേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യമാണെന്ന് ആര് പറഞ്ഞു, രാജ്യസഭ പറഞ്ഞു. ദേശീയ താല്പര്യത്തിന് അത് ആവശ്യമാണെന്ന് രാജ്യസഭ പറയണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിന് എന്ത് ചെയ്യാം, ആ വിഷയത്തിന് മേൽ നിയമം നിർമ്മിക്കാം. പക്ഷേ രാജ്യസഭ ആ പ്രമേയം പാസ്സാക്കുമ്പോൾ 3/2 ഭൂരിപക്ഷം വേണം. എത്ര ഭൂരിപക്ഷം? 3/2 ഭൂരിപക്ഷം വേണം. അതാണ് ആർട്ടിക്കിൾ 249 പറയുന്നത്. എന്താണ് പറയുന്നത്, രാജ്യസഭ ഒരു പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പാർലമെന്റിന് നിയമം നിർമ്മിക്കാം. സംസ്ഥാന ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിന്മേൽ രാജ്യസഭ പറയുകയാണ് ഇത് ദേശീയ താല്പര്യത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിന് ആ വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്താം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 249. അടുത്ത് ആർട്ടിക്കിൾ 250. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് പാർലമെന്റിന് സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്താം. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിന്മേൽ പാർലമെന്റിന് എന്ത് ചെയ്യാം, നിയമനിർമ്മാണം നടത്താം. ആർട്ടിക്കിൾ 250. ആർട്ടിക്കിൾ 250 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് പാർലമെന്റിന് സംസ്ഥാന ലിസ്റ്റിൽ നിന്നൊരു വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്താം. അടുത്ത് ആർട്ടിക്കിൾ 252. ആർട്ടിക്കിൾ 252. 2 അതിലധികമോ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാൽ പാർലമെന്റിന് സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്താം. ഇപ്പം കേരളവും തമിഴ്നാട് കർണാടകയൊക്കെ കൂടി പോയി പറയുകയാണ്, നിങ്ങൾ ഈ ഒരു വിഷയത്തിന്മേൽ നിങ്ങൾ നിയമനിർമ്മാണം നടത്തിക്കുമെന്ന് കേന്ദ്രത്തിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിന് എന്ത് ചെയ്യാം, നടത്താം. ആർട്ടിക്കിൾ 252. ആർട്ടിക്കിൾ 252. അടുത്ത് പറയുന്നത് ആർട്ടിക്കിൾ 253. ആർട്ടിക്കിൾ 253 അന്താരാഷ്ട്ര ഉടമ്പടികൾ നടപ്പിലാക്കൽ. അന്താരാഷ്ട്ര ഉടമ്പടിയുടെ നടത്തിപ്പിനായി പാർലമെന്റിന് വേണമെങ്കിൽ സംസ്ഥാന ലിസ്റ്റിൽ നിന്നൊരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താം. അന്താരാഷ്ട്ര ഉടമ്പടിയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് പാർലമെന്റിന് സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് ഒരു വിഷയം എടുത്ത് അതിനെ നിയമനിർമ്മാണം നടത്താൻ കഴിയും. അപ്പം
ഏതൊക്കെയാണ് പറയുന്നത്? സംസ്ഥാന മേഖലയിലെ പാർലമെന്ററി നിയമനിർമ്മാണം, അതായത് സംസ്ഥാന മേഖലകളിൽ പാർലമെന്റിന് ഒരു നിയമം നിർമ്മിക്കാൻ കഴിയുന്ന ചില സാഹചര്യങ്ങളാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 249 എന്ത് പറയുന്നു? സംസ്ഥാന ലിസ്റ്റിൽ നിന്നുള്ള ഒരു കാര്യം, സംസ്ഥാന ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിന്മേൽ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തേണ്ടത് ദേശീയ താല്പര്യമാണെന്ന് രാജ്യസഭ പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിന് ആ വിഷയത്തിന്മേൽ നിയമനിർമ്മാണം നടത്താം. അതാണ് ആർട്ടിക്കിൾ 249. 2/3 ഭൂരിപക്ഷം വേണം രാജ്യസഭയിൽ പ്രമേയം പാസ്സാക്കുമ്പോൾ. ആർട്ടിക്കിൾ 250 പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് സംസ്ഥാന ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിന്മേൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താം. അടുത്ത ആർട്ടിക്കിൾ 52 പറയുന്നത് 2 അതിലധികമോ സംസ്ഥാനങ്ങൾ പറയുകയാണെങ്കിൽ സംസ്ഥാന ലിസ്റ്റിലെ വിഷയത്തിന്മേൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുണ്ട്. ആർട്ടിക്കിൾ 253 പറയുന്നത് അന്താരാഷ്ട്ര ഉടമ്പടിയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടും പാർലമെന്റിന് സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് ഒരു വിഷയത്തെ എടുത്ത് നിയമനിർമ്മാണം നടത്താം. പിന്നെ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമ്പോൾ ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ലിസ്റ്റിലെ ഏത് കാര്യവും സംബന്ധിച്ച് നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെന്റിന് അധികാരമുണ്ട്. ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് ഇവിടെ രാഷ്ട്രപതി ഭരണമാണ് നിൽക്കുന്ന കേരളത്തിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കേരളവുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന ലിസ്റ്റിലെ ഏത് കാര്യവും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാർലമെന്റിന് ഒരു നിയമം നിർമ്മിക്കാനായിട്ട് കഴിയും. രാഷ്ട്രപതിയുടെ ഭരണകാലത്ത് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമ്പോൾ ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ലിസ്റ്റിലെ ഏത് കാര്യവും സംബന്ധിച്ച് നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെന്റിന് അധികാരം ഉണ്ട്. പാർലമെന്റ് ആവിഷ്കരിക്കുന്ന ഈ നിയമം രാഷ്ട്രപതിയുടെ ഭരണത്തിന് ശേഷം അവിടെ തുടർന്നു പോവും. പാർലമെന്റ് ആവിഷ്കരിച്ച ഈ നിയമം രാഷ്ട്രപതിയുടെ ഭരണത്തിന് ശേഷവും തുടർന്നു പോകും. എന്നാൽ രാഷ്ട്രപതിയുടെ ഭരണകാലത്തിന് ശേഷം അത്തരമൊരു നിയമം സംസ്ഥാന നിയമസഭയ്ക്ക് അസാധുവാക്കുകയോ പുനർനിർമ്മിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യാം. തുടർന്ന് പോകും. എന്നാൽ അതിനുശേഷം സംസ്ഥാന നിയമസഭയ്ക്ക് വേണമെങ്കിൽ ഇത് അസാധുവാക്കാം, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം, മാറ്റം വരുത്താനും പറ്റും. അപ്പോൾ 3 ഘടകങ്ങൾ പഠിച്ചു. ഒന്നാമത്തെ ഘടകം കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണത്തിന്റെ പ്രാദേശിക വ്യാപ്തി പഠിച്ചു. അടുത്ത് നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിതരണം പഠിച്ചു. സംസ്ഥാന മേഖലയിലെ പാർലമെന്റിന്റെ നിയമനിർമ്മാണം പഠിച്ചു. അവസാനത്തെ ഘടകമാണ് സംസ്ഥാന നിയമനിർമ്മാണത്തിൽ കേന്ദ്രത്തിന്റെ നിയന്ത്രണം. സംസ്ഥാനത്തൊരു നിയമം നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായി അതിൽ ആര് നിയന്ത്രിച്ചിട്ടുണ്ടായിരിക്കും? കേന്ദ്രം നിയന്ത്രിക്കുമല്ലോ. അതിനെ പറ്റിയാണ് പറയുന്നത്. സംസ്ഥാന നിയമസഭ പാസാക്കിയ ചില ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി ഗവർണർക്ക് സമർപ്പിക്കാം. അത് അംഗീകരിക്കാനോ ഒഴിവാക്കാനോ ഉള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. സംസ്ഥാനത്ത് നിയമസഭ പാസാക്കുന്ന ചില ബില്ലുകൾ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി ഗവർണർക്ക് സമർപ്പിക്കാം. ഗവർണർ രാഷ്ട്രപതിക്ക് നൽകണമല്ലോ, അപ്പോൾ രാഷ്ട്രപതി പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഗവർണർക്ക് സമർപ്പിക്കുക. അത് അംഗീകരിക്കാനും ഒഴിവാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. സംസ്ഥാന ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ബില്ലുകൾ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയോടെ മാത്രമേ സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാന ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചില വിഷയങ്ങളെക്കുറിച്ച് ഒരു ബില്ല് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് വെച്ചോ, പക്ഷെ അത് സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ ആരനുമതിക്കണം? രാഷ്ട്രപതി അനുമതിക്കണം. സാമ്പത്തിക അടിയന്തരാവസ്ഥ കാലത്ത് സംസ്ഥാന നിയമസഭ പാസാക്കിയ മണിബില്ലുകളും മറ്റ് സാമ്പത്തിക ബില്ലുകളും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കാൻ കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളോട് നിർദ്ദേശിക്കുക. അതുപോലെ ഇപ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥ കാലത്ത് സംസ്ഥാനത്തൊക്കെ കുറച്ച് ബില്ലുകൾ പാസ്സാകുമല്ലോ, ആ പാസ്സാക്കിയ മണി ബില്ലുകളും മറ്റ് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകളൊക്കെ രാഷ്ട്രപതിയെ കൊണ്ട് കാണിക്കണേ എന്ന് കേന്ദ്രത്തിന് ആരോട് പറയാം? സംസ്ഥാനത്തിനോട് പറയാനായിട്ട് കഴിയും. ഇത് ഇത്രയാണ് ആ 4 ഘടകങ്ങളിൽ പറയുന്നത്. അടുത്ത് അപ്പോൾ കേന്ദ്ര സംസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കിയത്. കേന്ദ്രത്തിൽ അതിന് 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1 നിയമനിർമ്മാണപരമായ ബന്ധം, 2 ഭരണപരമായ ബന്ധം, 3 സാമ്പത്തികമായ ബന്ധം. ലെജിസ്ലേറ്റീവ് ബന്ധം, അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ. അതിൽ നിയമനിർമ്മാണപരമായിട്ടുള്ള ബന്ധങ്ങളാണ് നമ്മൾ പഠിച്ചത്. നിയമനിർമ്മാണപരമായ അധികാരങ്ങളുടെ വിഭജനമാണ് പഠിച്ചത്. ആർട്ടിക്കിൾ 245 മുതൽ 255 വരെയാണ്. അതിൻ്റെ അകത്ത് 4 ഘടകങ്ങളുണ്ട്. കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണത്തിൻ്റെ പ്രാദേശിക വ്യാപ്തി, നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിതരണം, സംസ്ഥാന മേഖലയിലെ പാർലമെന്ററി നിയമനിർമ്മാണം, സംസ്ഥാന നിയമനിർമ്മാണത്തിൽ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണം.
കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാനും നിർദ്ദേശങ്ങൾ നൽകുവാനും നിയമിക്കപ്പെട്ട കമ്മീഷനുകളുണ്ട്. അതിൽ ആദ്യത്തെ കമ്മീഷനാണ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കമ്മീഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കമ്മീഷൻ ആരാണ് നിയമിച്ചത്? കേന്ദ്ര സർക്കാരാണ് നിയമിച്ചത്. കമ്മീഷന്റെ പേര് പറ. അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കമ്മീഷൻ നിയമിച്ചത് കേന്ദ്ര സർക്കാരാണ്. ചെയർമാൻ മൊറാർജി ദേശായി. ചെയർമാൻ മൊറാർജി ദേശായി മാറിയിട്ട് പിന്നീട് കെ ഹനുമന്തയ്യ വന്നിട്ടുണ്ട്. ഹനുമന്തയ്യ ചെയർമാൻ ആയിട്ടുണ്ട്. വർഷം 1966. അപ്പോൾ 1966 അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കമ്മീഷൻ രൂപീകരിച്ചത്. ചെയർമാൻ മൊറാർജി ദേശായി. ആരാണ് നിയമിച്ചതെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരാണ്. ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചത് 1969. 66 നിയമിച്ചു. റിപ്പോർട്ട് സമർപ്പിച്ചത് 1969. 69ന്റെ പ്രത്യേകത ISR നിലവിൽ വന്ന 1969. ഈ 1969 റിപ്പോർട്ട് സമർപ്പിച്ചല്ലോ. ആ റിപ്പോർട്ട് സമർപ്പിച്ച അതേ വർഷമാണ് അടുത്ത കമ്മിറ്റി വന്നത്, രാജാ മന്നാർ കമ്മിറ്റി. രാജാ മന്നാർ കമ്മിറ്റിയെ നിയമിച്ചത് തമിഴ്നാട് ഗവൺമെന്റ് ആണ്. ഈ കമ്മിറ്റികളൊക്കെ എന്തിനാണ്? കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ പറ്റി പഠിക്കാനാണ്. ഈ രാജാ മന്നാർ കമ്മിറ്റി നിയമിച്ചത് ആരാണ്? തമിഴ്നാട് ഗവൺമെന്റ് ആണ്. ചെയർമാൻ ഡോക്ടർ PV രാജാ മന്നാർ. 1969 നിയമിച്ചത്. 1971 റിപ്പോർട്ട് സമർപ്പിച്ചത്. 1971. അടുത്ത് വന്ന കമ്മീഷനാണ് പുഞ്ചി കമ്മീഷനെ നിയമിച്ചതും കേന്ദ്ര സർക്കാരാണ്. ചെയർമാൻ മദൻ മോഹൻ പുഞ്ചിയാണ് ചെയർമാൻ. 2007 ഇത് വന്നത്. 2007 റിപ്പോർട്ട് സമർപ്പിച്ചത് 2010. അപ്പം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷനുകളാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ, രാജാ മന്നാർ കമ്മീഷൻ, പുഞ്ചി കമ്മീഷൻ. അപ്പോൾ അതിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കി. നമുക്കിനി അടുത്ത ടോപ്പിക്ക് നോക്കാം.